നല്ല സ്റ്റൈല് കളിച്ചാണ് പൂപ്പിമോള് വരുന്നത്. കൃഷി ചെയ്യാൻ പോകുന്ന പരുവാണ്, കൃഷി ചെയ്യുന്ന വേഷമാണ്. പഴയ ഡ്രസ്സല്ലേ മണ്ണ്. അയ്യോ അത് ആ കൂടിനകത്തേ അതിനകത്ത് വിത്തിന്റെ കൂടിരിക്കുന്നു. എനിക്കിഷ്ടമായി ഇങ്ങനെ കൂട് കിട്ടും ഇങ്ങനെ ഞാൻ എപ്പോഴും ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഞാന് ഇത് കൃഷി ചെയ്യാൻ പോവാണ്. കുറത്തിരി കൃഷിയുണ്ട്, ചെറിയ രീതിയാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കൊന്നും തോന്നുന്നത് എന്റെ ഡ്രസ്സ് കണ്ടോ ഗൈസ്, നല്ലല്ലേ? കൃഷി ചെയ്യുമ്പോൾ ഇടുന്ന ഡ്രസ്സാണ്, അതിനാണ് വലിയ തള്ളൊക്കെ തള്ളുന്നത്. ഇന്ന് പുട്ടല്ല കഴിച്ചത് രാവിലെ, അതിന്റെ തള്ളുന്നതാണ്. അതിനകത്ത് ഒന്നും തോന്നരുത്, കൂടിനകത്ത് വിത്തുകളാണ്. എപ്പോഴും ഇങ്ങനെ അപ്പടി വരുവരുപ്പാണ്. അങ്ങനെ ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. തമ്പുരാനായിട്ട് വരുത്താതിരിക്കട്ടെ. അതിവിടെ കൊണ്ട് വെക്കടി, ഇവിടെ കൊണ്ട് വെച്ച കൂട് ചെക്കാർ നടക്കുന്ന പോലെ. അപ്പോൾ വിത്താണ് അതിനകത്ത്. ഒരുപാട് എല്ലാം നട്ടതും ഒക്കെ ഉണ്ട്, അതിനകത്ത് നടാത്തതുണ്ട്. ഒരു ചീര എടുക്ക്, ചീര വായിച്ചു നോക്കിയേ. ഇനിയുണ്ട് വിത്തുകൾ എടുക്കാനായിട്ട്, ഒരുപാട് വിത്തുകളുണ്ട്. ഇനിയുണ്ട്, അകത്തിരിപ്പുണ്ട്, അതൊക്കെ നട്ടതാണ്. ഈ വഴിയിലൊക്കെ പോയിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. അപ്പം പൂപ്പിമോള് കച്ചവടക്കാരിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. എന്നോട് പറയാണ് എടുക്കാനായിട്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. 1 രൂപ എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും ആട്ടെ, പൂപ്പിമോടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തേക്കാം. പൂപ്പിമോടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തേക്കാം. അപ്പോൾ കൃഷിയൊക്കെ ചെയ്യാനൊരു പ്രോത്സാഹനമാകും. ചെറുപ്പം തൊട്ട് ഒത്തിരി കൃഷിയൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾ ചെയ്ത ഗ്രോ ബാഗൊക്കെ കണ്ടോ ഉണ്ട് കേട്ടോ. അതിനകത്ത് വിത്തുകളൊക്കെ കിളുത്ത് വരുന്നത്. ഞങ്ങളിവിടെ കൃഷി ചെയ്ത് തുടങ്ങിയതുള്ളൂ. അത് കുറ്റിക്കുരുമുളകാണ്. ഇനിയും ചെയ്തൊക്കെ ഞങ്ങൾ കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് വേണ്ടത്, നമ്മൾ നടാത്തത് ഏതൊക്കെയാണ്? രണ്ടാമത്തെ എടുത്ത പൂപ്പി, നാലാമത്തെ ചീര, പയറ്, ഓക്കെ. ചീര, അത്രയാണ് നമ്മൾ നടുന്നത്. അത്രയും മതി. ബാക്കിയൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. വഴുതനങ്ങ, തക്കാളി, കുക്കുംബർ, വെണ്ട ഇവിടെ വലിയ കോളില്ല, എന്നാലും മനുഷ്യനല്ലേ, ഓക്കെ. എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് പറയാൻ ഒക്കുകയല്ലേ. തക്കാളി നട്ടിട്ടുണ്ട്. ബാക്കി അതിനകത്തുള്ളതെല്ലാം നമ്മൾ നട്ടതാണ്. അപ്പോൾ കമോൺ. 7 രൂപയായി ഗൈസ്. അമ്മ മേടിച്ചതിന് എല്ലാത്തിനും കൂടെ 7 രൂപയായി. ഇത് 7 രൂപയായി. എങ്ങനെയും ആട്ട് കൃഷി ചെയ്താൽ മതിയല്ലോ. ഇതൊക്കെ പിള്ളേർക്ക് പ്രോത്സാഹനമല്ലേ. ഇങ്ങോട്ടെ. അപ്പം ഗൈസ് നമ്മളപ്പം എല്ലാം കൂടെ നടാൻ പോവാണ്. 4 എണ്ണം ഉണ്ട്. അപ്പം ഗൈസ് ഞാൻ നടാൻ പോയപ്പോഴാണ് ഒരു പാവം ഒരു സാധനത്തെ കണ്ടത്. ആ സാധനമാണ് ഒരു ഇഞ്ചി. ഇത് നമുക്ക് നടണം ഇതിൻ്റെ അകത്ത് ഗൈസ്. ഇത് നിത്യവരതയാണ്, നിത്യവരതനം. ഇത് നമുക്ക് പാകാം. ഈ നിൽക്കുന്ന തൊമരപ്പയറാണ്. അതിപ്പോൾ പറിച്ച് നിലത്ത് വെക്കാനുള്ളതാണ്. ഞങ്ങൾ നിലത്ത് വെച്ച് പാകുകയില്ല. രോഗായി പാകിയിട്ട് പറിച്ച് വെക്കേണ്ടതൊക്കെ മണ്ണോട് കൂടി പറിച്ച് വെക്കും. ഇത് പറിച്ച് വെച്ച് വരുമ്പോൾ അത് വളർന്ന് വന്നോളും. അതുകൊണ്ട് നേരം പറിച്ച് വെക്കാം. ഇനി പന്തലിടണം. 3 എണ്ണം മതി. വലിയ പാട്ടൊക്കെ പാടിയാണ് പൂപ്പിമോള് നിൽക്കുന്നത്. പൂപ്പിമോളെന്ന് ഞാൻ ചെറുപ്പം തൊട്ടേ വിളിക്കുകയാണ്. പൂന്ന് പറയുക, അന്ന് പൂപ്പി എന്ന് പറഞ്ഞ് പൂപ്പിമോളെന്നായത്. പിന്നെ ഞങ്ങൾ അങ്ങനെ വിളിക്കാറില്ലായിരുന്നു. വിതറ ചീരയല്ല, എന്നാ ചീര? വിതറണം കൈ കൊണ്ടെടുത്ത്. മണ്ണ് മാറ്റി മേളിൽ മണ്ണിടാൻ വേണ്ടേ? ഞങ്ങള് മണ്ണിങ്ങനെ ഇങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് നാടൻ ചുവപ്പ് ചീരയാണ്. 20 വേണം ഗൈസ്. ഇത് ഇനി വിതറണം.
വിതരണം എനിക്ക് ചെറിയൊരു പാടാടി. നമുക്ക് പറിച്ചു വെക്കാം. ഗൈസ് ഇത് ഇച്ചിരിയും കൂടെ വിതരണം. മതി മതി. ഗൈസ് ഇനി മണ്ണ് മേളോട്ട് എടുത്തിട്. ഒരിടത്തോട്ട് കൂടി കിടക്കും ചീര. ഇങ്ങോട്ട് കൂടെ ഇച്ചിരി ഇട്ടോ വിത്ത് വേണമെങ്കിൽ മണ്ടലോട്ട്. അടുത്ത കാണിക്കും. പച്ചമുളകാന്ന് തോന്നി ഒത്തു വരുന്നത്. പാട്ടൊക്കെ പാടി തന്നെ പണി. സമയം പോവും എനിക്ക്, സന്ധ്യയാകാറായി. ഇങ്ങനെയൊക്കെ ചെയ്താലേ ചെയ്യുള്ളൂ, അല്ലാതെ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ ഇറങ്ങി അതുങ്ങൾ ചെയ്യുകയല്ല. 3-4 കുഴി എടുക്കണേ. എത്ര എണ്ണം ഉണ്ടോ അതിനകത്ത് അരി? ഒരു 4 അരി കിട്ടും. അച്ചിങ്ങാപ്പയറാണ്. ഒരു 4 എണ്ണം ഇട്ടോളാം. 4 എണ്ണം വേണമല്ലോ വള്ളി വീശി പറിക്കണമെങ്കിൽ. ഒരെണ്ണത്തിലൊന്നും പറിച്ചാൽ പയറ് കിട്ടത്തില്ല. അങ്ങനെ അമക്കാതെ ചുമ്മാ ഇട്ടാൽ മണ്ണ് ഇളകി കിടക്കണം. താഴോട്ട് പോവും. കളയരുത്, നമുക്ക് പിന്നെ ആൾ വിടാം. വേറെ സൈഡിലോട്ടാക്ക്. അവിടെ എങ്ങനെ ആക്ക്. അടുത്തത് എന്താണ് നിങ്ങൾ ഊഹിച്ച് പറയണം കേട്ടോ. ഞാൻ പേര് പറയത്തില്ല. നിങ്ങൾ ഇവിടെ ഇതുണ്ട്, കമന്റിൽ ഒന്ന് പറയണേ അടുത്ത എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കേട്ടോ. കമന്റിൽ പറയണേ. ഞാൻ ഒന്ന് കാണിച്ചു തന്നൊക്കെ എന്താണെന്ന് അറിയാൻ. അമ്മ പറയരുത്, എനിക്ക് അമ്മേനെ വിശ്വാസമില്ല. ഇതാണ് എന്താണ് നിങ്ങൾ കമന്റിൽ പറയണേ. അവിടെ ഉണ്ട്. അപ്പോൾ പൂപ്പിമോൾ ലാസ്റ്റ് ഇടാൻ പോകുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ടാസ്ക് തന്നിരിക്കുകയാണേ. ചെറിയ സാധനമാണ്, എന്താന്ന് പറയണം. മാറ്റി രൂപയ്ക്ക് ചെയ്യുന്നെന്ന് കണ്ട അപ്പം നിങ്ങൾക്ക് ഊഹിക്കാം എന്താണ് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. നോക്ക്, അതിന് കാണിക്കണ്ട. കമന്റിൽ ശരിയായിട്ട് ഉത്തരം തരുന്നവർക്ക് ഞാനൊരു ലൈക്ക് അടിക്കും. അത് ശരിയാണെന്നും കൂടെ പറയും ഞാൻ മറ്റേ വീഡിയോയ്ക്കകത്ത്. നിങ്ങൾ ചെയ്യണം കേട്ടോ. മണ്ണിട്ടോ. നമുക്കരുത് മണ്ണിട്ട്. മണ്ണ അവങ്ങിയിരിക്കരുത്, ലൂസായിട്ട് കിടക്കണം. ചെയ്തു കഴിഞ്ഞു. അപ്പം ഗായ്സ് നമുക്ക് ഇപ്പം നട്ടേരെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണേ. കമോൺ. അപ്പോൾ പൂപ്പിമോള് എൻ്റെ സഹായത്തിൽ നട്ടതാണ്. വഴുതനയാണ്. വഴുതന നിൽപ്പുണ്ട്, എന്നാലും പൂപ്പിമോളുടെ ആഗ്രഹം കൊണ്ട് നട്ടതാണ്. ഇത് പച്ചമുളകാണ്. ഉണ്ട പച്ചമുളക് കടകളിലൊക്കെ കാണുന്നത്. കടയിൽ നിന്നൊരു വിത്ത് അവൾ പൂപ്പിമോൾ എടുത്തുകൊണ്ട് വന്ന് അവർ കാണാതെ എടുത്തുകൊണ്ട് ഒളിപ്പിച്ച് നട്ടതാണ്. ഇത് അതിൻ്റെ ഒരു തൈയാണ്. ഇത് തക്കാളി തൈയാണ്. ഇതിനി നമ്മൾ പറിച്ച് വേറെ ഗ്രോ ബാഗിൽ മാറ്റി വെച്ച് പരിചരിക്കണം. ഇതും ഉണ്ട പച്ചമുളകിൻ്റെയാണ്. ആരോടും പറയരുതേ, അടിച്ചു മാറ്റിയെന്നേ. പഴുത്ത ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നതാണ്. ഞാൻ അറിയാതെ തന്നെ പൂപ്പിമോൾ വെള്ളം ഒഴിക്കാൻ പോയി. ഒത്തിരി കുത്തി ഒഴിക്കാൻ പറ്റത്തില്ല, കാരണം അതിന് വിത്ത് പോകും. പൂപ്പിമോൾ എതിലേ പോയി? അത് ഒഴിക്കടി. ഇച്ചിരി പിരിപിരിപ്പ്, അപ്പടി പിരിവ്. കെട്ടി ഒഴിക്കടി. കുത്തി ഒഴിച്ചാൽ അത് വിത്തെല്ലാം പോവും. അത് 2-3 ഇല വരുന്ന വരെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഉണ്ടോ ഇങ്ങനെ വെള്ളമയം ഇല്ലെങ്കിൽ അത് കിളുക്കത്തില്ല. ഇപ്പോൾ വേനലും കൂടി ആയില്ലേ. മതി. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു, സ്പ്രേ ചെയ്തു. ഇനി നാളെ നമുക്ക് എടുക്കാം. പിന്നെ പൂപ്പിമോൾ എൻ്റെ ഹെൽപ്പ് കൊണ്ട് ചെയ്ത കൃഷി ചെയ്ത കുരുമുളകൊക്കെ ഇത് മേടിച്ച് വെച്ചതാണ്. കുറ്റിക്കുരുമുളക്. പച്ചമുളക് നിൽക്കുന്നുണ്ടോ? പൂപ്പിമോൾ എപ്പോഴും വന്ന് നോക്കും. എൻ്റെ വിത്ത് പച്ചമുളക് കായായിട്ടുണ്ട്. കണ്ടോ, കായായിട്ടുണ്ട്. കായായിട്ടുണ്ട് കണ്ടോ. വലിയ സന്തോഷമാണ് പൂപ്പിമോൾക്ക്. ദിസ് ഈസ് പച്ചമുളക്. നമുക്കൊന്ന് കടിച്ചു നോക്കിയാലോ ഗൈസ്? ഇരുന്ന് കടിച്ചോ. എരിവാണേ. എരിവാടി പൊടി. നല്ല ടേസ്റ്റ്. ചോളകിന് ഒടുക്കത്തെ ടേസ്റ്റ് അല്ലേ.
പൂപ്പിമോളാണെന്ന് വെള്ളമൊക്കെ ഒഴിക്കുന്നത്. കയറി പോകുന്നതേ ഉള്ളൂ എല്ലാം. പൂപ്പിമോള് ഈ ആ വള്ളി ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി കയറ്റി വിട്ടേ. പതുക്കെ നൈസായിട്ട് മുന്നിൽ ബലത്തിൽ പിടിക്കരുത്. അങ്ങനെ അല്ലടി, വള്ളി വീശുന്നതനുസരിച്ച് നമ്മൾ ചുരുട്ടി ചുരുട്ടി കയറ്റി വിട്ടാൽ മതി. എവിടെയും വള്ളി കണ്ടാൽ നിങ്ങൾ പിടിച്ച് കയറിക്കോളും. പിന്നെ അതിന് ഈ തണ്ടയിലും മന്ത് രോഗം വരും. നമ്മൾ വള്ളി പിടിപ്പിച്ച് കയറ്റി വിട്ട്. ഞങ്ങൾ മരുന്നൊന്നും അടിക്കാറില്ല, മരുന്നൊക്കെ വിഷമല്ലേ. പിന്നെന്തോ കാന്താരി മുളകും എരിവല്ല, അതും ഏതാണ്ട് പനിക്കൂർക്കയിലയാണ്ട് എല്ലാം കൂടെ അരച്ച് ഒരു മരുന്ന് ഞങ്ങളുടെ ഒരു ആൻറ്റി പറഞ്ഞു തന്നതാണ്. ഞാൻ ചെയ്തില്ല, അലിസാൻറ്റി ചെയ്ത് നോക്കാൻ പറഞ്ഞു. ചെയ്യണം, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വളർന്നു വരട്ടെ. അല്ലാതെ വേറെ വിഷമുള്ള മരുന്നുകളൊന്നും ഞങ്ങൾ അടിക്കാറില്ല. ഗൈസ്, പൂപ്പിമോളുടെ വെള്ളം സ്പ്രേ ചെയ്യുന്ന കുപ്പി ചളുങ്ങി പോയി. മതിയോ? അപ്പൊ ഗൈസ് വീഡിയോ ഇട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ബാക്കി എല്ലാം കൂടെ ചെയ്തേക്കണം. സബ്സ്ക്രൈബ് താഴെ കിടപ്പുണ്ട്. നിങ്ങൾ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, പൂപ്പിമോളെ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് താഴെ കണ്ടിട്ടുണ്ട്. ഈ ലൈക്ക് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, ചെയ്യണം കേട്ടോ. രണ്ടും ചെയ്യാതെ പിന്നെ ബാക്കി എല്ലാം താഴെ കിടപ്പുണ്ട്. ലൈക്കിന്റെ താഴെ എല്ലാം ചെയ്തോണം കേട്ടോ. ബൈ ബൈ. അപ്പം പിന്നെ ഒരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. ടാറ്റാ. ഞാൻ ചെയ്ത് തീർത്തില്ല. അമ്മ ഏതായാലും വീഡിയോ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ചെയ്തേക്കാം. ഇനി ഒരു വീഡിയോ എടുക്കണ്ട, പിന്നെ എടുക്കാം. ഗൈസ് ഞാൻ അറിഞ്ഞില്ല വീഡിയോ എടുക്കുന്നത്.